ഹലോ മുത്തുമണീസേ, ഇന്ന് നമ്മളുള്ളത് അന്തമാൻ ദ്വീപിലാട്ടോ. അന്തമാൻ ദ്വീപിലെ ഏതാനും ചില സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയാലോ. നല്ല സുന്ദര കാഴ്ചകൾ തന്നെ കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ അന്തമാൻ ദ്വീപ്. നല്ല അടിയൊക്കെ നല്ല തെളിഞ്ഞിങ്ങനെ കാണുന്നുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം, അതിമനോഹരമായിട്ടുള്ള ദ്വീപാണ്. കാഴ്ചകളൊക്കെ സൂപ്പർ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ സമ്മാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇതിൽ പോയി നോക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബോട്ടൊക്കെ സെറ്റാക്കി അടുത്ത ദ്വീപിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദ്വീപിലെത്തിയിട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കറങ്ങാൻ 3 മണിക്കൂറാണ് ഇവർ തന്നിട്ടുള്ളത് കേട്ടോ. ഈ 3 മണിക്കൂർ മൊത്തം നമുക്ക് ഇറങ്ങി കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വീടുകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അവരെ വീടാണ് കേട്ടോ അത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ, മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ നമ്മളൊരു ഇലക്ട്രോണിക്കിൻ്റെ വണ്ടിയിലാണ് ഇതൊക്കെ കാഴ്ചകൾ കാണുന്നത്. ചുറ്റും അവർ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നല്ലൊരു സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്.
പഴയ കാലത്തുള്ള ഓഡിറ്റോറിയമാണല്ലോ. അപ്പോൾ അതൊക്കെ തകർന്ന് വീണ് പോയിക്കണം കേട്ടോ. അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയുണ്ട്. അങ്ങനെ ഈ ദ്വീപിലുള്ള കാഴ്ച ഇവിടെ അവസാനിച്ചു. ഇനി നമ്മൾ വന്ന ദ്വീപിലേക്ക് തന്നെ തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു പോകുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. അടുത്ത സ്ഥലത്തിലേക്ക് നമ്മൾ പോവാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ജയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അപാര കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരുപാട് നമ്മളെ ഇന്ത്യക്കാരെ തടവിലാക്കിയ സ്ഥലമാണ് കേട്ടോ. പിന്നീട് നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ തടവിലായിട്ടുള്ള ആളുകളൊക്കെ മോചിതരായി. ഇവിടെ മലയാളം സംസാരിക്കുന്നുണ്ട്, പിന്നെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മലപ്പുറത്തെ പോലെ മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതുപോലെ മണ്ണാർക്കാടുണ്ട്, കാലിക്കറ്റുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ മലപ്പുറം ജില്ലയിലെ പേരിനെ പോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല കാഴ്ചയുമായി നമുക്ക് കാണാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? ഓക്കെ, ബൈ, ടാറ്റാ.